വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താഴെ കാണുന്ന ഓപ്ഷൻസ് അമർത്തിയിട്ട് ഓൾ അമർത്തുക. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മട്ടൻ്റെ റിബ്സ് എങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് ഈ മട്ടൻ്റെ റിബ്സ് ഇതുപോലത്തെ മട്ടൻ്റെ വാരിയലിൻ്റെ പീസാണ്. ഇതുപോലത്തെ പീസുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 3 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പിന്നെ വേണ്ടത് അറബിക് സ്പൈസ് മിക്സ് ആണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ. നമുക്ക് ഈ മട്ടൻ്റെ പീസിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പർ പൗഡറും അറബിക് സ്പൈസ് മിക്സും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് പുരട്ടി വെക്കുക. ഒരു ½ ആൻ അവറൊക്കെ വെച്ചാൽ മതിയാവും. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ തന്നെ പീസുകളായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. മട്ടൻ്റെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഭാഗമാണത്, വാരിയലിൻ്റെയൊക്കെ ഭാഗമാണത്. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ഇതുപോലെ തന്നെ പാക്കറ്റിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് വാങ്ങിച്ചാൽ മതിയാവും. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമുക്ക് ചാർക്കോളിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഒരു ഇൻഗ്രീഡിയൻസ് അധികം ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. നമ്മൾ ഈ അറബിക് സ്പൈസ് മിക്സും പെപ്പർ പൗഡറും ജിഞ്ചർ ഗാർലിക്കും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് തേച്ച് ഒരു ½ ആൻ അവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു 3 പീസാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഒരു ½ ആൻ അവർ ഇരിക്കട്ടെ. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അധികം വേണ്ട, ചെറുതായിട്ടൊന്ന് മതി. എന്ന് വെച്ചാൽ ഡീപ് ഫ്രൈ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. ആ പാൻ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ജസ്റ്റ് അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കുക. നമ്മൾ ചിക്കൻ്റെ വേറെ റെസിപ്പീസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതൊക്കെ അധികം നേരം ഇട്ടിട്ട് ഇങ്ങനെ മട്ടനാണ് വേവാൻ കുറേ സമയം എടുക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇതൊന്ന് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കുക. അങ്ങനെ നമുക്കിതൊന്ന് 2 സൈഡും മൊരിച്ചെടുക്കാം. അതെല്ലാം നമുക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ചാർക്കോളൊക്കെ ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മട്ടനാണെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.